കൂട്ടുകാരെ, ഇന്ന് 3-ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാമാണ് എടുക്കുന്നത്. ഔഫ റബ്ബുക ഇലൽ നഹ്ലി. തദ്രീബാത്ത് നോക്കാം. ആകാശലോകത്തെ സൃഷ്ടികൾ. ആകാശത്തെ സൃഷ്ടികൾ ഏതെല്ലാമാണ്? സൂര്യനും ചന്ദ്രനും എണ്ണിയാലൊടുങ്ങാത്ത താരങ്ങളുമെല്ലാം. സൂര്യനും ചന്ദ്രനും എണ്ണിയാലൊടുങ്ങാത്ത താരങ്ങളുമെല്ലാം. 2. കരയിലെ ജീവികൾ. ആട്, പശു, ആന, കോഴി, താറാവ്, കാക്ക, പരുന്ത്, മൈന, തത്ത, മനുഷ്യൻ, കടുവ, പുലി, സിംഹം എന്നിവ. കടലിലെ ജീവികൾ. മത്സ്യം, കടലാമ, നീരാളി, തിമിംഗലം. അല്ലാഹു തആല ഏകനാണ്. അടുത്തത് നമ്മൾ എഴുതി പിടിപ്പിക്കണം. അല്ലാഹു തആല എല്ലാം കാണുന്നവൻ. അല്ലാഹു തആല എല്ലാം കേൾക്കുന്നവൻ. അല്ലാഹു തആല എല്ലാം അറിയുന്നവൻ. അല്ലാഹു തആല ശക്തി ഉള്ളവൻ. അടുത്ത തദ്രീബാത്ത് നോക്കാം. നഹ്ലത്ത് തേനീച്ച. അസലുൻ തേൻ. സമറത്ത് ഫലം. ശിഫാഉൻ ശമനം. ബൈത്ത് കൂട്. ആയത്ത് ദൃഷ്ടാന്തം. ജബലുൻ മല. ശറബുൻ പാനീയം. ഷജറത്ത് മരം. നഹ്ലത്ത് ഈന്തപ്പന. അടുത്ത തദ്രീബാത്ത് നോക്കാം. വിദഗ്ധൻ കഴിവുള്ളവൻ. അച്ചടക്കം. നിയമത്തിനനുസരിച്ച് ജീവിക്കൽ. നിയമത്തിനനുസരിച്ച് ജീവിക്കൽ. ദൃഷ്ടാന്തം തെളിവ്. മറ്റാരെയും ആശ്രയിക്കാത്തവൻ. നുജീബ് ക്വസ്റ്റ്യൻ ഉത്തരം. അല്ലാഹു തആല മാത്രമാണ് ആരാധനയ്ക്കർഹൻ. കാരണം അവൻ ഉദ്ദേശിക്കാതെ ഒന്നും ഉണ്ടാകുകയില്ല. അതുകൊണ്ടാണ് അല്ലാഹു തആല ഏകനാണെന്ന് ആരാധനയ്ക്കർഹനെന്ന് പറയുന്നത്. 2. അല്ലാഹു തആലയുടെ 5 വിശേഷണങ്ങൾ എഴുതുക. എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനും എല്ലാം അറിയുന്നവനും. അവൻ എല്ലാവരെയും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു. 3. നാം ചെയ്യുന്ന 5 ആരാധനകളുടെ പേരെഴുതുക. നിസ്കാരം, നോമ്പ്, സകാത്ത്, ഹജ്ജ് മുതലായവ. തേനീച്ചയെക്കുറിച്ചൊരു കുറിപ്പെഴുതുക. തേനീച്ച ഒരു അത്ഭുത ജീവിയാണ്. നാനാവിധ പൂക്കളിൽ നിന്ന് തേൻ നുകർന്ന് ഔഷധ ഗുണമുള്ള തേൻ അതുണ്ടാക്കുന്നു. അതിൻ്റെ കൂട് വലിയ അത്ഭുതമാണ്. ഏറ്റവും മെച്ചപ്പെട്ട മെഴുക് ഉപയോഗിച്ച് ഏറ്റവും കൂടുതൽ തേനുൾക്കൊള്ളുന്ന അറകൾ അത് നിർമ്മിക്കുന്നു. വിദഗ്ധരായ എഞ്ചിനീയറിൻ്റെ തോൽപ്പിക്കുന്ന നിർമ്മാണം. തേനീച്ചയ്ക്ക് വഴി തെറ്റാതെ സഞ്ചരിക്കാൻ കഴിയും. പൂക്കൾ വിടരുന്ന സമയം, പൂക്കൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം കണ്ടുപിടിക്കാൻ അതിനു സാധിക്കും. അവൻ മികച്ച ഒരു ഭരണകൂടമാണ്. നേതാവും അനുയായികളും പരസ്പരം സഹകരിച്ച് ജോലി ചെയ്തും അച്ചടക്കത്തോടെ ജീവിക്കുന്നു. ഉറുമ്പുകളെ നിരീക്ഷിച്ച് ഒരു കുറിപ്പെഴുതുക. ഉറുമ്പുകൾ ചെറിയ ജീവികളാണ്. അവർ പരസ്പരം ഒന്നിച്ചാണ് നടക്കുന്നത്. അതിന് കുറച്ച് ആഹാരം മതിയാകും. അങ്ങനെയൊക്കെ നമുക്ക് എഴുതാം. ഇതോടെ നിർത്താം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.